അല്ലേ? എന്ത് മറക്കാല എപ്പോഴും അള്ളാഹ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഇന്നൊരു ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വലിയ സന്തോഷത്തിലാണുള്ളത്. വലിയ സന്തോഷം എന്ന് വെച്ചാൽ വലിയ സന്തോഷം. നമ്മുടെ അസൈൻ ആർഷാവും അദ്ദേഹത്തിന്റെ ഭാര്യയും എൻ്റെ ചാനലിലുള്ള ഒരു വീഡിയോയിലൂടെ വന്നിട്ട് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോകുന്ന ഒരവസ്ഥ. ഏകദേശം 12 ലക്ഷത്തിൽ കൂടുതൽ ലോൺ എമൗണ്ട് വരികയും പലിശയൊക്കെ കൂടിയിട്ട് ഒരു ഭീമമായ തുക വരികയും അതടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഈ കുടുംബം പോവുകയൊക്കെ ചെയ്തത് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടതാണ്. ആ വിഷയം നമ്മൾ ഇന്ന് പരിഹരിക്കാൻ പോവാണ്. അവരെയും കൊണ്ട് ബാങ്കിൽ പോയി അവിടെ ഒരു ബാങ്കുമായിട്ട് സഹകരിച്ച് എനിക്ക് പറ്റാവുന്ന ഒരു എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ പ്രശ്നവും നമ്മൾ ഇതിലൂടെ തീർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സന്തോഷല്ലേ അല്ലേ? എന്ത് മറക്കാല എപ്പോഴും അള്ളാഹ് റസൂലിനെ എപ്പോഴും ദുആരക്കും. ഞാൻ എല്ലാവർക്കും നമ്മളെ സഹായിച്ച എല്ലാവർക്കും സഹായിച്ചവർക്ക് എല്ലാവർക്കും ദുആരക്കും. ഞാൻ അവരുടെ ഖൈറിലും ബർക്കത്തിലും സന്തോഷത്തിലാക്കട്ടെ, അവരുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ. എല്ലാവരും കൂടി നമ്മൾ അസൈൻ ആർച്ചാന്റെ ലോണിന്റെ വിഷയത്തിൽ തിരിക്കാം. സമാധാനായി, സന്തോഷമായി. എനിക്ക് ഈ പാവങ്ങൾ ഇവര് എത്രയോ പ്രായമുള്ള മനുഷ്യരാണ്. ഇവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇവരുടെ ഒരു പഴയ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇവരാരും തിരിഞ്ഞു നോക്കിയില്ല. ഒരു മകൻ ഒഴികെ ബാക്കി ഒരു മക്കൾ ഇവരെ തിരിഞ്ഞു നോക്കാതെ ഈ പ്രായമായ ആളുകൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ, അത് വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു. അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷമുണ്ട്. ഉമ്മക്ക് എന്താ പറയാ? എനിക്ക് സന്തോഷമായി മോനെ ഇത് കിട്ടിയത്. എന്നെ സഹായിച്ചവർക്ക് എല്ലാവർക്കും ഞാൻ കേൾക്കുന്നുണ്ട്. എല്ലാവരും സഹായിച്ചവർക്ക് എല്ലാം ഞാൻ ഇറങ്ങണ്ട. എനിക്ക് സന്തോഷമായി മോനെ. അപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇനി ഇറങ്ങേണ്ടതില്ല എന്നുള്ളൊരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളിലേക്കൊക്കെ അറിയിക്കുകയാണ്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഇവരൊക്കെ എൻ്റെ ഫാമിലിയൊക്കെ പോലെ തന്നെയാണ്. വളരെ സന്തോഷമുണ്ട്. സഹായിച്ച എല്ലാവർക്കും നന്ദി.